അവിടെ പോയിരിക്കാം. എന്താ അവിടെ? അല്ല, അവിടെ നോക്കിയാലേ അയാളിനെ ശരിക്കും കാണാം. എന്ത് ഗ്ലാമർ അല്ലേ. ഞാൻ എന്റെ കടുവേനെ നോക്കിയിരുന്നാ. കടുവ നിരം മറ്റവൻ. ആ, അതുകൊണ്ട് തന്നെയല്ലേ വിളിച്ചേ. നാളെ ഇപ്പോ അളിയനും സിദ്ധു എത്തില്ലേ? എപ്പോഴത്തേക്കാണ് അവലെത്തുക? ആ, അതറിയില്ല. അല്ല, നാളെ എന്താ ഫുഡ് ഉണ്ടാക്കുക? എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കണ്ടേ? ആ, ശരിയാ. മമ്മി ബിരിയാണി ഉണ്ടാക്കിയാലോ? സിദ്ധുന് അത് നല്ല ഇഷ്ടം. ആ, അത് ശരിയാണല്ലോ. എന്നാ ബിരിയാണി ആക്കാം അല്ലേ? സിദ്ധുവിന് മാത്രല്ല, ഞങ്ങൾക്കും ബിരിയാണിയൊക്കെ ഇഷ്ടം. ആണോ? എന്നാലേ നാളെ എന്തായാലും അവന് വേണ്ടി ഉണ്ടാക്കുന്നേ. ഒന്ന് പോടി. അല്ല മമ്മി, ഇനി നാളെ തൊട്ടുണ്ടാക്കുന്നതൊക്കെ അവന് ഇഷ്ടമുള്ളത് മാത്രമാണോ? അതെന്താണ് നീ അങ്ങനെ ചോദിച്ചേ? അല്ല, ഇവളുടെ സ്വഭാവം വെച്ച് നോക്കുമ്പോ അങ്ങനെയൊക്കെ നടക്കാനാ ചാൻസ്. ആ, അവന്റെ ഇഷ്ടം നോക്കിട്ട് തന്നെ ഇനി മമ്മിയുടെ ഫുഡ് ഉണ്ടാക്കുന്നുള്ളൂ. നിനക്ക് വേണമെങ്കിൽ കഴിച്ചാൽ മതി. ചുമ്മാ ജിമിനെ മിണ്ടാണ്ടി ഇരുന്ന് കഴിച്ചോ നീ. വെറുതെ അതും ഇതും പറഞ്ഞ വഴക്കുണ്ടാക്കുക. ആ, അല്ലേലും മമ്മി അവളുടെ സൈഡല്ലേ. ഇവനെ ഞാൻ A few moments later. ഹാ, അപ്പൊ കുക്കിക്ക് ആളായി. ആ, നാളെ ഇപ്പൊ സിദ്ധു എത്തില്ലേ. പിന്നെ അവളെ നിലത്തൊന്നും ആവൂല. അങ്ങനെ വല്ലതും നടന്ന് ഞാൻ അവളെ ശരിയാക്കും. ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു. ഇനി നോക്കിക്കോട്ടോ, അവൾക്ക് നമ്മളെന്നും പറ്റൂല. അവൾക്ക് അവളുടെ സിദ്ധുവിനെ മാത്രമേ പറ്റുള്ളൂ. അവരിങ്ങനെ കട്ടായിട്ട് നടക്കും. നീ കണ്ടോ? എന്നവളുടെ കാല് ഞാൻ തല്ലുപിടിക്കും. അവൾ എന്തേലും ചെയ്യട്ടടാ. നിനക്ക് ഞാനും എനിക്ക് നീയും ഉണ്ടല്ലോ, അതുപോലെ. ആ, ഒരു കണക്കിന് പറഞ്ഞാ അതാ നല്ലത്. കുറച്ച് സമാധാനം കിട്ടുമല്ലോ. എൻ്റെ സമാധാനം പോയി. അതെങ്ങനെ നിന്റെ സമാധാനം പോവാ? അതിന് കുറച്ച് സൗണ്ട് കൂടിയോ? അതല്ലടാ, സമാധാനമായി എന്ന് പറഞ്ഞതാ. ആ, നമ്മുടെ ആളെ വിളിക്കുന്നുണ്ടല്ലോ. എടാ, നീ കിടന്നോ, ഞാനിപ്പോൾ വരാം. ഒരു ഗുഡ് നൈറ്റ് ഒക്കെ പറയട്ടെ. ശരി. ആ, നീ സംസാരിക്കടാ, നിനക്കാവാലോ. എനിക്കും ഉണ്ടോന്ന്. അതിന് ഗുഡ് നൈറ്റും ഇല്ല, ഒരു മണ്ണാങ്കട്ടയില്ല. അതെങ്ങനെ? എൻ്റെ കാര്യം നോക്കാൻ നേരമല്ലല്ലോ. ഫുൾ ടൈം സിദ്ധുവിൻ്റെ കാര്യം നോക്കി നടക്കുകയല്ലേ. വന്നല്ലോ. എന്താടി, എന്താ നിനക്ക് ഉറക്കൊന്നുമില്ലേ? ആ, ഉണ്ട്. ഞാൻ കിടക്കാൻ നിൽക്കായിരുന്നു. എന്നാ പോയി കിടന്നോ? കിടന്നു. അപ്പോഴാ ഓർമ്മ വന്നേ, ഞാൻ എൻ്റെ ബോയ് ഫ്രണ്ടിനോട് ഗുഡ് നൈറ്റ് ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന്. അങ്ങനത്തെ ചിന്തയൊക്കെ മോൾക്കുണ്ടായിരുന്നോ? ആ, പിന്നല്ലാതെ. എന്നാ നിനക്ക് മെസ്സേജ് അയച്ചാൽ പോരുന്നോ? എന്തിനാ ഇങ്ങോട്ട് വന്നേ? അയ്യേ, അതൊന്നും പറ്റില്ല. എനിക്ക് വീടിനെ നേരിട്ട് കാണും, എന്നിട്ട് പറയാം. അല്ല, ഇനിയിപ്പോൾ നാളെ സിദ്ധു വന്നാലും ഇങ്ങനെയൊക്കെ തന്നെ ആവുമോ? എവിടെ നിന്നല്ലേ, നമ്മളൊന്നും മൈൻഡ് പോലും ഉണ്ടാവില്ല. ആ, അങ്ങനെ തന്നെയാ. എന്തേ? അല്ല പിന്നെ ഡി പെണ്ണെ, അവൻ വന്നെന്ന് കരുതി ഫുൾ ടൈം അവൻ്റെ പിന്നാലെ നടന്നുണ്ടല്ലോ. എൻ്റെ കടുവയ്ക്ക് ജലസാവും. എന്നാ വീട്ടം കിടന്നോ, നാളെ ക്ലാസ്സില്ലേ. ശരി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഐ ലവ് യു. പിന്നെ വീട്ടാ, അവനൊരു പാവ. അപ്പോ നാളെ അവൻ വന്ന അവരുടെ കമ്പനി ആവണേ. ആലോചിക്കാം. ഈ കടുവനെ ഞാൻ. അല്ല, നിങ്ങൾക്കിനി നോട്ട്സൊക്കെ കംപ്ലീറ്റ് ആക്കണ്ടേ? അതാ പനിയുള്ളത്. ലീവ് എടുത്താ പോയി. എന്നാലും നോട്ട്സൊക്കെ ഞാൻ അയച്ചുതരാം, നിങ്ങൾ കംപ്ലീറ്റ് ആക്കിയേക്ക്. ഓക്കെ. അല്ല, കുക്കിനി എന്നാ തിരിച്ചു പോണേ? എനിക്കറിയില്ലേ, അവളുടെ കാര്യം അവൾക്ക് തന്നെ അറിയുള്ളൂ. സാധാരണ എന്നോട് വഴക്കുണ്ടാക്കി താമസം നിർത്തി പോവാറാണ് പതിവ്. ഇനി ഇത്തവണ എങ്ങനെയാണാവോ? ഇനി മാമൻ തിരിച്ചു പോകുമ്പോൾ അവരുടെ കൂടെ എങ്ങാനും പോവുകയാവോ? അവൾ പോവോ? പോയാൽ ഞാൻ ഇനി എങ്ങനെ അവളെ കാണും? അവൾക്ക് പോവാതിരിക്കാൻ പറ്റില്ലല്ലോ, അവൾ അവിടെയല്ലേ പഠിക്കുന്നത്. വിക്കി, നീ എന്താടി ആലോചിക്കുന്നത്? ഒന്നുമില്ല. അവനിപ്പോൾ ഇങ്ങനെയാ, സമയം കിട്ടിയ ഇങ്ങനെ ആലോചിച്ചിരിക്കും. എന്താണോ അത്ര ആലോചിക്കുക ജിമിനെ? A few moments later. പിള്ളേരെത്തി. ഹലോ. മാമനെപ്പറ്റി കുറച്ച് നേരമായിടാ. ഡാ സിദ്ധു, എത്ര നാളായിടാ നിന്നെ കണ്ടിട്ട്. ക്ലാസ്സൊക്കെ എങ്ങനെ പോണു? അതൊക്കെ അതിന്റെ വഴിക്ക് പോകുന്നുണ്ട്. അതെ, ഇവര് വേറെ വഴിക്കും. തന്തേ. ഡാ വിക്കി, ഇതാടാ സിദ്ധു. എനിക്ക് മനസ്സിലായി. ഹലോ.
ആ ഇത് ജൂണിന്റെ മോനാണല്ലേ? ആള് ഹാൻസം ആണല്ലോ. അത് പിന്നെ ഞാനാണല്ലോ അവന്റെ മമ്മി. ഓ തള്ള തുടങ്ങി. ആ അതുകൊണ്ടാണല്ലേ, ശരിയാ. ഹായ് വിക്കി. ഹായ്. എന്തെങ്കിലുമൊക്കെ സംസാരിക്കേ. ആ സിദ്ധു, യാത്രയ്ക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ആ കുഴപ്പമില്ല, എന്നാലും കുറച്ചു നേരം ഒന്ന് കിടക്കണം, ക്ഷീണുണ്ട്. കുക്കി, നീ ഇവർക്കുള്ള റൂമൊക്കെ റെഡിയാക്കിയില്ലേ? ആ മമ്മി നല്ല വെടിപ്പാക്കി വെച്ചിട്ടുണ്ട്. എന്നാ സിധു, നീ പോയി റെസ്റ്റ് എടുത്തടാ, കുറച്ച് കഴിഞ്ഞ് എഴുന്നേക്കാം. കുക്കി, നീ ആ റൂം കാണിച്ചു കൊടുത്തേ. ആ വാ സിദ്ധു, ഞാൻ നിനക്ക് റൂം കാണിച്ചു തരാം. ആടി ഇതാ വരുന്നു. A few moments later. 3 എന്താ പരിപാടി? ഹാ എണീച്ചോ? എന്ത് ഉറക്കാടാ ഇത്? എന്താന്നറിയില്ല, അവിടെ കിടക്കാൻ നല്ല സുഖമുണ്ട്, അതുകൊണ്ട് തന്നെ നല്ല ഉറക്കവും കിട്ടി. അല്ല അപ്പൊ രാത്രി കിടന്നാ ഇനി ഉറക്കം വരുമോ? ഏയ് എനിക്ക് അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല, ഞാൻ ഇനി ഉറങ്ങും. ജിമ്മിനെ അറിയില്ലേ, ഇതൊരു ഉറക്കപ്രാന്തനാ. പൊടി പൊടി. നമുക്ക് എന്തെങ്കിലും ഗെയിം കളിച്ചാലോ? ഗെയിം ഈ നേരത്ത്? എടാ നിന്റെ ഉറക്കം കഴിഞ്ഞെന്ന് കരുതി ഞങ്ങൾക്ക് ഉറങ്ങൊന്നും വേണ്ടേ? അതിന് മാത്രം ടൈമൊന്നും ആയിട്ടില്ലല്ലോ. നിങ്ങൾ പാടാ, നമുക്ക് എന്തെങ്കിലും കളിക്കാം. ഐഷ, ഇനിയിപ്പോ എന്താ ഈ നേരത്ത് കളിക്കുക? മേലനങ്ങാത്ത വല്ല ഗെയിം ഉണ്ടോ? എന്നാ നമുക്ക് അന്താക്ഷരി കളിച്ചാലോ? അന്താക്ഷരിയോ? വിയേട്ടാ, നമുക്ക് അന്താക്ഷരി കളിക്കല്ലേ? ആ ആയിക്കോട്ടെ, കളിക്കാം. എന്നാ ശരി, കളിക്കാം. ഇനിയിപ്പം ഞാനായിട്ടില്ലാന്ന് പറയുന്നില്ല. അച്ചോടാ. ഓക്കെ, ഞാനും കുക്കിയൊരു ടീം. ഓ ആയിക്കോട്ടെ, എന്നാ കളി തുടങ്ങാം. എന്നാ ഐശ്വര്യമായിട്ട് നിങ്ങളൊരു അക്ഷരം പറഞ്ഞേ. ഓക്കെ, ആദ്യ അക്ഷരം ആ. ഞാൻ പാടാം. ആരു പറഞ്ഞു, ആരു പറഞ്ഞു, ഞാൻ കണ്ടവരാക്കനവാണെന്നാരു പറഞ്ഞു. പറഞ്ഞു പാ. പോയേ പോയേ ലവൾ പോയേ, പൂണേൽ പോകട്ടെ പോകട്ടെ പാ. പിണക്കമാണോ എന്നോടിണക്കമാണോ, അടുത്തു വന്നാലും പൊന്നെ മടിച്ചു നിൽക്കാതെ, മിടുക്കി പ്രാവിൻ നെഞ്ചിൻ മിടുപ്പ് പോലെ, തുടിച്ചു ചാഞ്ചാടും നിന്റെ മനസ്സറിഞ്ഞൂടെ, മനസ്സറിഞ്ഞൂടെ മാ. മറക്കാമെല്ലാം മറക്കാം, നിനക്കായെല്ലാം മറക്കാം. വിയേട്ടാ. അല്ലടി ജിമ്മിനെ, നമ്മൾ കളിക്കുന്നില്ലേ? ആ അതിന് നിങ്ങൾ പാടുന്നില്ലല്ലോ, ആലോചിച്ച് അങ്ങനെ നിൽക്കല്ലേ പാടാതെ. ആ അതന്നെ, നീ പാടത്തോണ്ടാ ഞാൻ പാടി. ആ എന്നാ അടുത്ത ഞാൻ പാടും. എടി നിങ്ങൾ രണ്ടുപേരുമാരി അർത്ഥം വെച്ച് പാടുമായിരുന്നല്ലോ. അങ്ങനെ തോന്നിയാ? ആ എന്നാ തുടങ്ങിക്കോ, അടുത്ത അക്ഷരം പറ. ഡാ നിങ്ങളിന്ന് ക്ലാസ്സിന് പോകുന്നുണ്ടോ? ആ എന്തേ? ഡാ ലീവ് എടുക്കടാ, ഞാൻ വന്നിട്ട് നിങ്ങൾ ക്ലാസ്സിന് പോവാ. 2 ദിവസം കഴിഞ്ഞാൽ ഞാൻ പോകട്ടോ. ഡാ എനിക്ക് ലീവ് എടുക്കണം എന്നൊക്കെ ഉണ്ട്, പക്ഷെ ആ വിക്കി സമ്മതിക്കില്ല. ഡാ നിങ്ങളും കൂടി ഉണ്ടെങ്കിൽ നമുക്കിവിടെ അടിച്ചു പൊളിക്കാം. നീ ഒന്ന് അവനോട് ചോദിച്ചു നോക്ക്. അവൻ ലീവ് എടുക്കില്ല, അത് അങ്ങനത്തെ ഒരു സാധനമാണ്. ഇനിയിപ്പോൾ ഞാൻ ലീവ് എടുത്താലും അവനെ എനിക്കിട്ട് പാര വയ്ക്കും, അത്രയ്ക്ക് നല്ലവനാ. ദേ വരുന്നു, ഇനി നീ ഒന്ന് ചോദിച്ചു നോക്ക്. ഡാ വിക്കി, ഇന്ന് ലീവാക്കടാ, നിങ്ങൾ കോളേജിൽ പോയ പിന്നെ ഒരു രസം ഉണ്ടാവില്ല. എനിക്ക് ലീവാക്കണം എന്നൊക്കെ ഉണ്ട് മോനെ, പക്ഷെ ഞാൻ എങ്ങനെ ഇവനോട് പറയും? ഡാ വിക്കി, ഇന്ന് ലീവാക്കിയാലോ? ആഹാ, ലീവാക്കാനോ? ലീവാക്കാന്നൊക്കെ പറഞ്ഞാൽ കണ്ടോ കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ പോയിട്ട് വൈകിട്ട് വരാം. എൻ്റെ ബാഗ് എവിടെ? ഡാ അങ്ങനെയൊന്നും പറയല്ലേ. ശരി, എന്നാ നിങ്ങൾ പോണേ വെക്കോ. ഞാൻ എന്നാലേ കുക്കിനും കൂട്ടി ഇവിടെ கொஞ்சம் ചുറ്റി കാണട്ടെ, അല്ലാതെ ഇപ്പം ടൈം പോകണ്ടേ. ഇതുകൊണ്ട് തന്നെയാടാ ഞാൻ ഒന്ന് ലീവ് എടുക്കാമെന്ന് വിചാരിച്ചേ. ഡാ ജിമ്മിനെ, നിനക്കിന്ന് ലീവ് എടുക്കണമെന്നുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് ലീവാക്കാം. എന്തോ? എങ്ങനെ? അല്ലടാ, നമ്മളിപ്പോൾ ക്ലാസ്സിന് പോയാൽ ഇവരവിടെ പോസ്റ്റ് അടിച്ച് നിൽക്കണ്ടേ, അതുകൊണ്ട് നമുക്കിന്ന് ലീവാക്കാം. ഇല്ല, നിങ്ങൾ പോവാണെങ്കിൽ പോയിക്കോ, ഇവിടെ കുക്കി ഉണ്ടല്ലോ. ഞങ്ങളിന്ന് ലീവാക്കാം, അതതിൻ്റെ ശരി. നീ ഇവിടെ വന്നിട്ട് ഞങ്ങൾ കോളേജിലും പോയി നിന്നാ അത് മോശമല്ലേ? ഇവനിതെന്തോന്ന് ഇപ്പോൾ ഹാപ്പി അല്ലേ? A few moments later. അസ്ഥിക്ക് പിടിച്ചിരിക്കുക. എന്താടാ, എന്താ നിനക്ക് പറ്റി? എനിക്കൊന്നും പറ്റിയില്ല, പറ്റിയത് നിന്റെ വിയേട്ടനാ. എന്താ എന്തെന്റെ വീടിനെ പറ്റി?
വാ വന്നേ. ഇവളെ എടീ, നിന്റെ ചെക്കനെ പ്രണയം അസ്ഥിക്ക് പിടിച്ചിരിക്കുക. ഞാനേ നിന്നെയും കൂട്ടി ഇന്ന് കറങ്ങാൻ പോവാന്ന് പറഞ്ഞപ്പോളേ പുള്ളിക്കാരനെ പറ്റിയിട്ടില്ല. ഇന്ന് ക്ലാസ്സിനൊന്നും പോണില്ല, ലീവാ. ലീവാക്കിയോ? ചെക്കനും ജലസാണ്. ഈ വീടിനെ നാണം കെടുത്തു. A few moments later. അല്ല മമ്മി, ഇവിടുത്തെ വലിയ ടീംസ് ഒക്കെ എവിടെ? അപ്പൊ നിനക്കറിയില്ലേ പെണ്ണെ, അവരെ നമ്മുടെ സിഎമ്മോൾക്ക് ഒരു പ്രപ്പോസൽ വന്നില്ലായിരുന്നു, അത് അന്വേഷിക്കാൻ പോയതാ. ഓ, ആ ഏട്ടന്റെ വീട്ടിലേക്ക് പോയതാണോ? അപ്പൊ എന്താ എന്നെ കൊണ്ടുപോയി? നിന്നെ കൊണ്ടുപോയിട്ട് എന്തിനാ? അല്ല, അവിടേക്ക് ഒന്ന് കാണാലോ. അതിനല്ലേ അവര് പോയിരിക്കുന്നത്. അവർക്ക് അവിടെ ഇഷ്ടപ്പെട്ടാലേ നമുക്ക് എല്ലാവരും കൂടി ഒരു ദിവസം അവിടെ പോയി കാണാം. ഓ, നമ്മളില്ലേ? ആഹാ, എത്തിയല്ലോ. പോയ കാര്യം എന്തായി? ഉള്ളത് പറയാലോ, നല്ല ആൾക്കാരാ, എനിക്കിഷ്ടപ്പെട്ടു. ചെക്കനും വീട്ടുകാരും വീടും പരിസരവും ഒക്കെ അടിപൊളിയാണ്. സിയമോൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ആഹാ, അത് നന്നായി. പിന്നെന്താ അവര് പറഞ്ഞേ? ഇനി എൻഗേജ്മെന്റ് എത്രയും പെട്ടെന്ന് നടത്തണമെന്നാ അവര് പറഞ്ഞേ. ഓ ആണോ? എന്നാ ഇനി അതിനുള്ള കാര്യങ്ങളൊക്കെ നോക്കാലോ. പക്ഷെ പെട്ടെന്നൊക്കെ പറയുമ്പോ എന്താ? ഒന്നുമില്ല, ഏട്ടൻ ചേച്ചിയോടും സിയമോടും ഇങ്ങോട്ട് പോരാൻ പറ. എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടേ നിങ്ങളിന്ന് പോകുന്നുള്ളൂ. ആ അതന്നെ. ആദ്യം നല്ലൊരു ഡേറ്റ് ഒക്കെ നോക്കട്ടെ, എന്നിട്ട് അതിനനുസരിച്ച് ചെയ്യാം. എന്തായാലും നിനക്കെങ്കിലും ഞങ്ങളെ വിളിക്കാൻ തോന്നിയല്ലോ. അതന്നെ. ഒരിക്കൽ ഇവിടുന്ന് പോയിട്ട് ഒരു അഡ്രസ്സും ഇല്ല. ഞങ്ങളൊന്ന് വിളിക്കേ മെസ്സേജ് ചെയ്യേ ഒന്നും ചെയ്തിട്ടില്ല അവള്. എന്ത് പറ്റിയാവോ? അവളുണ്ടോ അവിടെ? ആളൊക്കെ ഇവിടെ ഉണ്ട്, പക്ഷെ വേറെ ലോകത്താ. ഓ, ജീവിച്ചിരിപ്പുണ്ടോ? ജീവിച്ചൊക്കെ ഇരിപ്പുണ്ട്, പക്ഷെ പുള്ളിക്കാരി ഒരു പ്രശ്നത്തിൽ പെട്ടിരിക്കുക. എന്ത് പ്രശ്നം? സീരിയസ് ആണോടാ? അവള് സീരിയസാ. എടാ, നീ എന്തൊക്കെയാ പറയുന്നേ? നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. അവളുണ്ടോ അവിടെ? ആളിവിടെ തന്നെയുണ്ട്, പക്ഷെ ഞാൻ വിളിച്ചാ വരുമെന്നറിയില്ല. ഞാൻ പറഞ്ഞില്ലേ, പുള്ളിക്കാരി വേറെ ലോകത്താ. ഷെടാ, നീ പറയുന്ന ഒന്നും മനസ്സിലാവുന്നില്ല. ഞാൻ എന്തായാലും അവളോട് നിങ്ങളെന്ന് വിളിക്കാൻ പറയാം, എന്നിട്ട് നിങ്ങൾ എന്നെ ചോദിച്ചു നോക്ക് എന്താ കാര്യമെന്ന്. ശരി, ഞങ്ങൾ എന്നെ ചോദിച്ചോളാം. എന്നാ ശരി, എന്നാ പിന്നെ വിളിക്കാം. ശരിയടാ. ഓക്കേടാ, ബൈ. ഓക്കെ. Meanwhile.